Hello friends, welcome back to അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിനോടൊപ്പമാണ് കേട്ടോ. അപ്പം ഇവനെ അറിയാലോ എല്ലാവർക്കും. ഇത് നമ്മുടെ കണ്ണൻ, ഇത് നമ്മുടെ കിച്ചു ആൻഡ് ഇത് നമ്മുടെ റിച്ചു. അപ്പം ഇവര് 3 പേര് കൂടിയിട്ടാണ് ഒരു സയൻസ് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ വാങ്ങിയ ഒരു അൾട്ടിമേറ്റ് സയൻസ് കിറ്റാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കും കേട്ടോ. അപ്പം നമ്മള് എക്സ്പെരിമെന്റ് തുടങ്ങല്ലേ? റെഡി? എന്തോ ഒരു ഉഷാറില്ലല്ലോ. റെഡി? അപ്പൊ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് ആയിട്ട്. ഇതൊന്ന് ആരെങ്കിലും ഓപ്പൺ ചെയ്യോ? ഫ്രണ്ട്സ്, ഈ ഒരു കിറ്റിനകത്ത് തന്നെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. എക്സ്പെരിമെൻറ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ചില്ലറ സാധനം, വെള്ളം പോലത്തെ സാധനമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ മാനുവൽ. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഒരു 40 എക്സ്പെരിമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എക്സ്പെരിമെന്റ്സ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഞാനൊന്ന് നോക്കട്ടെ. അതേപോലെ ഇവരും സെലക്ട് ചെയ്യുന്നതായിരിക്കും ഇവർക്ക് ഏത് ചെയ്യണമെന്ന്. അപ്പം സെലക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം അല്ലേ? അപ്പം നമ്മുടെ ആദ്യത്തെ എക്സ്പെരിമെന്റ് എന്താണ്? അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, റെഡി? അതെത്ര കണ്ണാ? 25 ml വാട്ടർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് 2 drops yellow color. അത് മിക്സ് ചെയ്യിക്കണോ? നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോണേ? 1 scoop എന്താ? ഓക്കെ. നെക്സ്റ്റ് എന്താ? 1 scoop citric acid അല്ലേ? 1 scoop baking soda, പിന്നെ 1 scoop citric acid. ഓക്കെ. നെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ? വാട്ടർ എടുത്ത് പൗഡറിലേക്ക് ഇടണം അല്ലേ? അപ്പം ബബിൾസ് വന്നത് കണ്ടോ? ഇളക്കണ്ട. അപ്പൊ എന്താ സംഭവിക്കുക? ബേക്കിംഗ് സോഡയും സിട്രിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന കണ്ടോ വെള്ളത്തില്? ഇത് നമുക്ക് കുറെ കളേഴ്സ് തന്നല്ലേ അവര്? അപ്പൊ നമുക്ക് കളേഴ്സ് മാറ്റി ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെന്റാ. നല്ല രസമുണ്ടല്ലേ ബബിൾസ് കാണാൻ? അപ്പൊ ഈ എക്സ്പെരിമെന്റിന്റെ പേരെന്തായിരുന്നു? ഓക്കെ. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് 2ലേക്ക് കടക്കാം അല്ലേ?
അപ്പൊ നമ്മുടെ സെക്കൻഡ് എക്സ്പെരിമെന്റ് എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? എന്നിട്ട് നമ്മുടെ ടെസ്റ്റ് ട്യൂബിലേക്ക് വയ്ക്കണം അല്ലേ? ഇനി നെക്സ്റ്റ് ഒരു സ്കൂപ്പ് എന്താണ് ഇടണേ? ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഒക്കെ ബലൂണിലേക്ക് പോയി അല്ലേ? ഇനി നെക്സ്റ്റ് അപ്പൊ ഈ ബലൂൺ എങ്ങനെയാ വീർത്തത്? എന്താണ് അതിന്റെ പിന്നിലുള്ള സയൻസ്? ബേക്കിംഗ് സോഡയും മിക്സ് ആവുമ്പോ കെമിക്കൽ റിയാക്ഷൻ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുമ്പോ ഈ ബലൂൺ. കറക്റ്റ്. അതായത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ വിനേഗറും ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ആവുമ്പോൾ അതിൽ നിന്നൊരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ഈ റിയാക്ഷൻ എന്ത് ചെയ്യും? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്ത് മേലേക്ക് പോകുമ്പം അതിനകത്ത് ഗ്യാസ് പോലെ ഫോം ആവും അല്ലേ? അങ്ങനെയാണ് ഈ ബലൂണ് വീർത്തത്. യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സ്പെരിമെന്റ് നമ്പർ. യെസ്. അപ്പൊ നമുക്കൊരു അതിഥിയും കൂടി കേറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ അതിഥിയുടെ പേരെന്താണ്? അപ്പം വൈഗ, വെൽക്കം ടു ദ എക്സ്പെരിമെന്റ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എക്സ്പെരിമെന്റ് നമ്പർ 3 അല്ലേ? എന്താണ് എക്സ്പെരിമെന്റിന്റെ പേര്? മേക്കിംഗ് ഒബ്ലാക്ക്. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് തുടങ്ങാം. അപ്പം ആദ്യം എന്താ വേണ്ടേ? 8 സ്പൂൺ കോൺസ്റ്റാച്ച് അല്ലേ? ഓക്കെ. One, 2, 3, 4, 5, 6, 7, 8. ഓക്കെ. നെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ? 5 ml വാട്ടർ ഒഴിക്കണം അല്ലേ? ഓക്കെ. നെക്സ്റ്റോ? യെല്ലോ കളറും പിന്നെ ബ്ലൂ കളറും. അത് നമുക്ക് ഏത് കളർ വേണേലും യൂസ് ചെയ്യാം അല്ലേ? അപ്പൊ 2 ഡ്രോപ്സ് ഒഴിക്കാം. 2, 1. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്ചർ. വെള്ളം മേലെ നിൽക്കണ്ടല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇതങ്ങോട്ട് മിക്സ് ചെയ്യാം അല്ലേ? നല്ല കട്ടിയുണ്ട്. ഇപ്പം വാട്ടറി കൺസിസ്റ്റൻസി കൂടിയോ അതോ കട്ടിയാവാണോ? തിക്കായിക്കൊണ്ടിരിക്കുക അല്ലേ? ഇത് മറ്റേ സ്ലൈമ് പോലത്തെ പരിപാടിയാണോ?
അപ്പൊ നമ്മുടെ ഒബ്ലെക്ക് റെഡി ആയിട്ടുണ്ട് അല്ലേ? ഇത് വാട്ടറി കൺസിസ്റ്റൻസി ആണോ? അല്ലല്ലോ, ഇത് വാട്ടറും അല്ല, ലിക്വിഡും അല്ല, സോളിഡും അല്ല അല്ലേ? അപ്പൊ ഇതിനാണ് നമ്മൾ ഒബ്ലെക്ക് എന്ന് പറയാം. നമ്മൾ പ്രഷർ ഇടുമ്പം, അതായത് വൈക ഇപ്പൊ മിക്സ് ചെയ്യുന്നില്ലേ, മിക്സ് ചെയ്യുന്തോറും അത് കട്ടിയാവുന്ന കാണണ്ടോ, സോളിഡായി മാറുന്നുണ്ട് അല്ലേ? പക്ഷെ മിക്സ് ചെയ്യാതെ ഒന്ന് വിട്ടാ വൈക, ഇനി ഒന്ന് അത് കാണിച്ച പാത്രം, കണ്ടോ ലിക്വിഡായി നിൽക്കുന്ന, അതാണ് അതിന്റെ ഒരു സ്റ്റേറ്റ്. അപ്പൊ നമ്മുടെ ഈ എക്സ്പെരിമെന്റ് യെസ്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള സയൻസ് പഠിച്ചില്ലേ? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് സോളിഡ് ആവും, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അത് ലിക്വിഡായി തന്നെ നിൽക്കും. അപ്പൊ മക്കൾക്ക് കൗതുകം കേട്ടോ, ഈ ഒബ്ലെക്ക് ഒന്ന് കൈ കൊണ്ട് പിടിച്ചു നോക്കണമെന്ന് ഭയങ്കര കൗതുകം. അപ്പൊ ഇവര് അതൊന്ന് ട്രൈ ചെയ്യാണ്. എങ്ങനെയുണ്ട്? ഇത് കംപ്ലീറ്റ് സ്ലൈം അല്ലല്ലോ. അയ്യോ, അതാ ഏകദേശം സ്ലൈം രൂപം അല്ലേ? നല്ല കളർ അല്ലേ? പ്രഷർ കൊടുക്കുമ്പോ എന്തോ ഒരു മാതിരി സോളിഡ് ടൈപ്പ് സാധനം. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴോ? അതാണ് ഒബ്ലിക്ക്. അപ്പൊ നല്ല പ്രഷർ അപ്ലൈ ചെയ്ത് നോക്കിയാ കണ്ണ. ഇതൊക്കെ കൈമ തൊടുമ്പോ ഒക്കെ പിന്നെ പതുക്കെ പതുക്കെ അലിയണേ. ഇത് ഇടുമ്പോഴും ഇങ്ങനെ പിടിക്കാനൊക്കെ പറ്റുന്നുണ്ട് വേഗത്തിൽ വേഗത്തിലാക്കുമ്പോ. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ, 100% വർത്ത് ബൈങ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇത് വാങ്ങി കൊടുക്കുക. ഫൺ വിത്ത് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അവർക്ക്. പിന്നെ അതേപോലെ ബർത്ത്ഡേസിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ കിഡു ഐഡിയാസാണ്. ഒരു 7+ അല്ലെങ്കിൽ 6+ കിഡ്സിന് 100% വർത്ത് ഗിഫ്റ്റാണ്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.